നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുഗീഷ്. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ പേരൂർ ജില്ലാ കലോത്സവം ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ചു. ചാലക്കുടി പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ വിശുദ്ധ കാർലോ അക്യൂട്ടീസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ ഞായറാഴ്ച. മരുന്നിനെ പ്രതിരോധിക്കുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ പുതിയ മരുന്ന് കണ്ടെത്തി. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ അതിവേഗം വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ ഡ്രൈ ഡേകൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ പേരൂർ ജില്ലാ കലോത്സവം ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ചു. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാനികേതൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ KS ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ ജയചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം കലോത്സവ സന്ദേശം നൽകി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ്, സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, കലോത്സവ സംയോജക PP ബിന്ദു, ക്ഷേമസമിതി പ്രസിഡന്റ് MK ഗംഗാധരൻ, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ എന്നിവർ പങ്കെടുത്തു. കലോത്സവം സപ്ലിമെന്റ് വേദിയിൽ പ്രകാശനം ചെയ്തു. 10 വേദികളിൽ 125 ഇനങ്ങളിലായി കലാമത്സരങ്ങൾ അരങ്ങേറും. ജില്ലയിലെ ഭാരതീയ വിദ്യാനികേതന്റെ 32 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 1500-ലധികം മത്സരാർത്ഥികൾ കലോത്സവം മാറ്റുരയ്ക്കും. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സഭയിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവ പ്രമുഖ് കൃഷ്ണൻകുട്ടി, വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MV വിനോദ്, ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ്, കലോത്സവ സംയോജകർ PP ബിന്ദു എന്നിവർ പങ്കെടുക്കും. ഈ സ്കൂളിലേക്ക് അന്ന് വന്നു ചേർന്നപ്പോൾ ഞാൻ കണ്ട വിദ്യാർത്ഥികളുടെ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സമൂഹം ഏതവസ്ഥയിലേക്കാണ് ഇനി വരുന്ന തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വലിയൊരു ഖ്യാതിയിലാണ്, വലിയൊരു വിഷമത്തിലാണ്, ആശങ്കയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ചെറിയൊരു കുട്ടി, എൻ്റെ മകൻ. ഈ സ്കൂളിലെ അധ്യാപകരോട് ഈ സ്കൂളിലെ കുട്ടികളുടെ പെരുമാറ്റം അന്ന് മനസ്സിലാക്കിയ ഞാൻ ആ കസേരയിലിരുന്ന് തീരുമാനിക്കുകയായിരുന്നു. ചാലക്കുടിയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് നല്ല നല്ല സ്കൂളുകൾ നമ്മുടെ സ്കൂളിൻ്റെ പോലെ തന്നെയുണ്ട്. എന്നിരുന്നാലും എൻ്റെ മകൻ ഈ ഒരു സ്കൂളിൽ തന്നെ നല്ല കുട്ടിയായി വളരണമെന്ന തീരുമാനത്തിലാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകനെ വ്യാസ വിദ്യാനികേതനിൽ ചേർത്തുന്നതിനുള്ള കാരണം. ചാലക്കുടി പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ വിശുദ്ധ കാർലോ അക്യൂട്ടീസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ ഞായറാഴ്ച നടക്കുമെന്ന് വികാരി ഫാദർ ടോം മാളിയേക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രൂപതാ ഭവനിൽ നിന്നും അസീസിയിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധന്റെ തിരുശേഷിപ്പ് ബിഷപ്പ് പോട്ട ഇടവകയ്ക്ക് കൈമാറും. തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഇടവക അതിർത്തിയായ ആളൂരിലെത്തിച്ചേരും. ഇവിടെ നിന്നും ഘോഷയാത്രയായാണ് തിരുശേഷിപ്പ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. കാർലോ ഫെസ്റ്റ്, ദൃശ്യാവിഷ്കാരങ്ങൾ, വാദ്യമേളം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും. പള്ളിയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികനാകും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ റെയ്സൻ തട്ടെ, ഡേവിസ് മാളിയേക്കൽ, ജോൺസൺ പുത്തഞ്ചിറക്കാരൻ, ബെന്നി മേലേപ്പുറം, സെബി പെരേപ്പാടൻ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ഒക്ടോബർ കോട്ട പള്ളിയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ ഒരു കോൺഫറൻസിന് വന്നിരുന്നു. നിങ്ങളതിൽ നന്നായിട്ട് സഹകരിച്ചു. അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്.
ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ്. ഒരു കാര്യം നിങ്ങൾ അറിയിക്കുക, നിങ്ങളിലൂടെ അത് മറ്റുള്ളവർ അറിയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട്. ഈയിടെ, അതായത് 2025 സെപ്റ്റംബർ 7 പുതിയ മാർപ്പാപ്പയായിട്ടുള്ള ലയോ 14 മാർപ്പാപ്പ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ഒരു വിശുദ്ധനെ പ്രഖ്യാപിച്ചു. ആ വിശുദ്ധൻ്റെ പേര് കാർലോ അക്വിറ്റസ് എന്നാണ്. 15 വയസ്സ് മാത്രമേ ആ വിശുദ്ധൻ്റെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഇന്ന് ലോകം മുഴുവൻ സകല യുവജനങ്ങളുടെയും മധ്യസ്ഥനായിട്ട് മാറുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് കോട്ടപ്പള്ളിയിൽ ഞാനായിരിക്കുന്ന അവസരത്തിൽ ഞങ്ങളങ്ങനെ ആഗ്രഹിച്ചു ആ വിശുദ്ധൻ്റെ ഒരു തിരുശേഷിപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് ഒരു 1.5 വർഷം മുമ്പ് തൊട്ട് നമ്മൾ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിലേക്ക് ഒരു തിരുശേഷിപ്പ് നൽകിയിരിക്കുന്നത് അത് കോട്ടപ്പള്ളിയിലേക്കാണ്. അത് ഔദ്യോഗികമായിട്ട് നമുക്ക് ഈ വരുന്ന ഞായറാഴ്ചയാണ് അത് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. റോമിൽ നിന്നും നമ്മൾ അസിസിയിൽ അദ്ദേഹത്തിൻ്റെ കബറിടം ഉൾക്കൊള്ളുന്ന ഇടത്തിൽ നിന്നാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ്റെ കയ്യിലാണ് അതിരിക്കുന്നത്. അദ്ദേഹം അത് കൈമാറും ഈ വരുന്ന ഞായറാഴ്ച 4 മണിയോടുകൂടി. അവിടുത്തെ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഉള്ള ഒരു ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധനെ കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഈ ഇൻ്റർനെറ്റിൻ്റെ മധ്യസ്ഥനും കൂടിയാണ്. സോഷ്യൽ മീഡിയ രംഗത്ത് ഇന്ന് യുവജനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഏരിയയാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ രംഗങ്ങളിലൊക്കെ ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ മാധ്യമത്തിലൂടെ, ഇൻ്റർനെറ്റിലൂടെ വിശുദ്ധനാകാമെന്ന് പഠിപ്പിച്ച ഒരു വിശുദ്ധനാണ്. മരുന്നിനെ പ്രതിരോധിക്കുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ പുതിയ മരുന്ന് കണ്ടെത്തി ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ റിസർച്ച് സെന്റർ. സ്ഥലാർബുദം ഉണ്ടാക്കുന്ന ക്യാൻസർ കോശങ്ങൾ കീമോതെറാപ്പിയിൽ പൂർണ്ണമായി നശിക്കാറില്ല. രോഗം ഭേദമായി കഴിഞ്ഞാലും ഇവ ശരീരത്തിൽ മറഞ്ഞിരിക്കാം. വർഷങ്ങൾക്ക് ശേഷം ഇവ വീണ്ടും ശക്തിയാർജിക്കുകയും ചെയ്യാം. എന്നാൽ ഇവ ശ്വാസകോശം പോലുള്ള മറ്റ് അവയവങ്ങളെയായിരിക്കും ബാധിക്കുക. മാത്രമല്ല, മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇവ നേടിയെടുത്തിട്ടുമുണ്ടാകും. ചികിത്സയ്ക്ക് വെല്ലുവിളിയാകുന്ന ഇത്തരം കോശങ്ങളെ നശിപ്പിക്കാനുള്ള മരുന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ കോടിക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന കണ്ടെത്തലാണിത്. ടാറ്റ മെമ്മോറിയൽ സെന്റർ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ ട്രീറ്റ്മെന്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനിലെ ഗവേഷക ഡോക്ടർ നന്ദിനി വർമ്മയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത്. ഇത്തരം കോശങ്ങളിൽ മരുന്നിനെ പ്രതിരോധിക്കുന്ന തന്മാത്രകളെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് റെഡോക്സ് ബയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തെ ഗവേഷകർ വ്യക്തമാക്കുന്നു. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ അതിവേഗം വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി. ഇത്തരം കുറ്റം ആവർത്തിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണം. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാർക്ക് പ്രധാന പരിഗണന നൽകുന്ന ഡ്രൈവിംഗ് സംസ്കാരം കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സീബ്ര ക്രോസിംഗുകളിൽ പ്രധാന അവകാശം കാൽനട യാത്രക്കാരനാണെന്ന ബോധം ഡ്രൈവർമാരിൽ ഉണ്ടാക്കണം. ലൈസൻസിനായുള്ള റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇക്കാര്യം കൂടി പരിശോധിക്കണം. ഈ വർഷം ഒക്ടോബർ 31 വരെ മാത്രം സീബ്ര ലൈൻ മറികടക്കുന്നതിനിടെ 218 പേർ വാഹനമിടിച്ച് മരിച്ചുവെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം. ട്രാഫിക് റോഡ് സുരക്ഷാ IG, ഗതാഗത കമ്മീഷണർ, പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ ഓൺലൈനിൽ ഹാജരായിരുന്നു. ഇവരിൽ നിന്നും കോടതി വിവരങ്ങൾ തേടി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നവരെ വാഹനത്തിന്റെ വേഗം കൂട്ടിയും ഹോൺ അടിച്ചും പേടിപ്പിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിയാരം പഞ്ചായത്ത് 12-ാം വാർഡ് മുനിപ്പാറ UDF വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VC ബെന്നി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോൺസൺ കണ്ണകുളത്തി, PP പോളി, റാഫി കല്ലുപാലം തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ ലിജി സെബാസ്റ്റ്യനാണ് സ്ഥാനാർത്ഥി. ഒന്നാം ഘട്ടം നടക്കുന്നത് 9-ാം തീയതിയും 2ാം ഘട്ടം നടക്കുന്നത് നമുക്ക് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാങ്കുകൾ നടക്കുന്നത് 11-ാം തീയതിയാണ്. നമ്മുടെ റിസൾട്ട് വരുന്നത് 13-ാം തീയതിയാണ്, ഡിസംബർ 13. അതെ, അപ്പൊ നമ്മള് ഈ 13-ാം തീയതി റിസൾട്ട് വരുമ്പോ നമുക്ക് നമ്മുടെ വാർഡിൽ നിന്നുള്ള ലിജി സെബാസ്റ്റ്യൻ വിജയിച്ചിരിക്കണം. എന്തായാലും നമുക്കറിയാം, ബോധ്യമുണ്ട് വിജയിക്കും എന്തായാലും.
ഇനി എനിക്ക് ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ ഭൂരിപക്ഷം കൂട്ടലാണ്. റിജി സഭാഷിന് പരിയാരം മണ്ഡലത്തില് ഈ 17 വാർഡിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് സാധിക്കണം. അത് നിങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അവിടേക്കാണ് ഒരു കാര്യം വരുന്നത്. രണ്ടാമത് നമ്മോടൊപ്പമുള്ള ഇത് മാത്രം പോരാ, പഞ്ചായത്ത് മാത്രം ജയിച്ചാൽ പോരാ, ബ്ലോക്ക് പഞ്ചായത്ത് ജയിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് ജയിക്കണമെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 65 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 11,775 രൂപയായി ഉയർന്നു. പവന് 501 രൂപയുടെ വർധനവ് ഉണ്ടായി. പവന്റെ വില 94,200 രൂപയായും ഉയർന്നു. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയിൽ ഗ്രാമിന് 55 രൂപയുടെ വർധനവ് ഉണ്ടായി. സ്പോട്ട് ഗോൾഡിന്റെ വില 4,175 ഉയർന്നു. കഴിഞ്ഞ ദിവസം സ്പോട്ട് ഗോൾഡിന്റെ വിലയിൽ 0.2% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ആർട്സ് ഫെസ്റ്റ് സംഗീത സംവിധായകൻ ഔസേപ്പ് അച്ഛൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചിങ്ങിനിയാടൻ അധ്യക്ഷനായി. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയി, ഫിനാൻസ് ഓഫീസർ റവറൻഡ് സിബിൻ വാഴപ്പള്ളി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഡീൻമാരായ പ്രൊഫസർ VJ തോമസ്, ഡോക്ടർ MB ഷീബ, സപ്ത സദസ് കൺവീനർ മിസ് VK ഷിജി, ജോയിന്റ് കൺവീനർ ഷീന സാറ വിന്നി, സ്റ്റുഡൻസ് അഡ്വൈസർ ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, സ്റ്റുഡന്റ് കൗൺസിൽ ചെയർമാൻ ആദിത് സഞ്ജയ്, ഫൈൻ ആർട്സ് സെക്രട്ടറി നിധി ഫാത്തിമ എന്നിവർ സംസാരിച്ചു. ഇതിൻ്റെ ആംബിയൻസ് ഇങ്ങനെ ഒരു കോളേജ്, ഒരു നല്ലൊരു ഗാർഡനിൽ, നല്ലൊരു എന്താ പറയുക, നേച്ചേഴ്സിൻ്റെ നടുവിൽ, പ്രകൃതിയുടെ നടുവിൽ ഇത്രയും ശുദ്ധമായ കാറ്റും വായുവും, ഒരു സിറ്റിയുടെ ഒരു ബഹളമില്ലാതെ ഒരു കോളേജിൽ പഠിക്കാൻ പറ്റാത്തതൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ചിത്രം കണ്ടിട്ട് കാര്യമില്ല, ഇതിൽ പോയി പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും മാറ്റമുണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ ഡ്രൈ ഡേകൾ പ്രഖ്യാപിച്ചു. പോളിംഗ് ദിനത്തിലും ഫലപ്രഖ്യാപന ദിനത്തിലും സംസ്ഥാനത്ത് മദ്യവിൽപ്പന ഉണ്ടാകില്ല. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസത്തിന്റെ തലേന്ന് വൈകിട്ട് 6 മണി മുതൽ പോളിംഗ് അവസാനിക്കുന്ന ദിവസം വരെ മദ്യവിൽപ്പന ഉണ്ടാകില്ല. 1-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 7-ാം തീയതി വൈകിട്ട് 6 മണി മുതൽ 9-ാം തീയതി പോളിംഗ് കഴിയുന്നതുവരെ മദ്യവിൽപ്പന നിരോധിച്ചു. ഡിസംബർ 9-നാണ് സംസ്ഥാനത്തെ 2-ാം ഘട്ട പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ദിവസങ്ങളിൽ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. 2-ാം ഘട്ടം പോളിംഗ് നടക്കുന്ന ജില്ലകളിൽ 9-ാം തീയതി വൈകിട്ട് 6 മുതൽ 11-ാം തീയതി പോളിംഗ് കഴിയുന്നതുവരെ മദ്യവിൽപ്പനയ്ക്ക് നിരോധനമുണ്ട്. ഫലപ്രഖ്യാപന ദിനമായ ഡിസംബർ 13-ന് സംസ്ഥാന വ്യാപകമായി ഡ്രൈ ഡേ ആയിരിക്കും. 3 റോഡുകൾ സംഗമിക്കുന്ന മഞ്ഞപ്ര PNP കവലയിൽ മാലിന്യ കൂമ്പാരം. മാസങ്ങളായി ഇവിടെ മാലിന്യങ്ങൾ ചാക്കുകളിലും ചെറുസഞ്ചികളിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. നിരവധി തവണ ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല. പുല്ല് വളർന്നു കിടക്കുന്നത് മൂലം ഇഴജന്തുക്കളുടെ ശല്യവും വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം ഉഗ്രവിഷമുള്ള പാമ്പ് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് റോഡിലേക്ക് വന്നത് ജനങ്ങളെ ഏറെ ആശങ്കയിലാക്കി. ചന്ദ്രപുര ഭാഗത്തു നിന്ന് മഞ്ഞപ്ര, മാർസ്ലീവ ഫെറോന പള്ളി, പുത്തൂർപ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് അനേകം പേർ കാൽനടയായും വാഹനത്തിലുമായി പോകുന്ന പ്രധാന വഴിയിലാണ് ഈ മാലിന്യ കൂമ്പാരം. അയ്യമ്പുഴ, വടക്കുംഭാഗം എന്നീ പ്രദേശങ്ങളിൽ നിന്ന് PNP വഴി എളുപ്പമാർഗം അങ്കമാലിയിലേക്ക് പോകുന്ന യാത്രക്കാരും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് ജനങ്ങളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ഷൈബി പാപ്പച്ചൻ ആവശ്യപ്പെട്ടു. ശ്രീലങ്കൻ തീരത്തിന് സമീപത്തുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ സംരംഭകരുടെ എക്സ്പോയുടെ ഭാഗമായി വിളംബരജാഥ സംഘടിപ്പിച്ചു. ചാലക്കുടി വ്യാപാര ഭവനിൽ നവംബർ 29 ശനിയാഴ്ച രാവിലെ 8 മുതൽ ആരംഭിക്കുന്ന എക്സ്പോയിൽ 25ഓളം സംരംഭകർ പങ്കെടുക്കും. അസോസിയേഷൻ്റെ വനിതാ വിങ് എല്ലാ വർഷവും അതിഗംഭീരമായിട്ടാണ് പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. 2024 അതിഗംഭീരമായ എക്സ്പോ നടത്തിയപ്പോൾ 2025 എന്ന് പറയുമ്പോൾ അതിഗംഭീരമായിട്ട് നടത്തണേ.
എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഒരു പക്ഷേ വ്യാപാരവും മതിയാവില്ല. വനിതാ വിംഗ് ഒരുക്കുന്ന വനിതാ എക്സ്പോ 2025 വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിംഗ് നടത്തുന്ന വനിതാ എക്സ്പോ 2025 9 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് SH കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ഐറിൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഞങ്ങളുമായി സഹകരിച്ച ചാലക്കുടിയിലെ സ്ഥാപനം. ബസ്സിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. കൊരട്ടി കുരിശിങ്കൽ ജോസഫ് മകൻ 54 വയസ്സുള്ള റിച്ചാർഡാണ് മരിച്ചത്. 2 ആഴ്ച മുൻപാണ് അന്നമനടയിൽ വെച്ച് അപകടമുണ്ടായത്. സംസ്കാരം നടത്തി. ചാലക്കുടി പാപ്പി റോഡിൽ മുള്ളോളി വേലായുധൻ മകൻ ഗോപാലൻ നിര്യാതനായി. വിമുക്ത ഭടനാണ്. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതീയ വിദ്യാനികേതൻ തൃശ്ശൂർ പേരൂർ ജില്ലാ കലോത്സവം ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ചു. ചാലക്കുടി പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ വിശുദ്ധ കാർലോ അക്യൂട്ടീസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ ഞായറാഴ്ച. മരുന്നിനെ പ്രതിരോധിക്കുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ പുതിയ മരുന്ന് കണ്ടെത്തി. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ അതിവേഗം വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ ഡ്രൈ ഡേകൾ പ്രഖ്യാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.